KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ മാനദണ്ഡങ്ങൾ അത് ഇന്നത്തെ മന്ത്രിസഭാ യോഗം അംഗീകരിക്കുന്നതാണ്. UDFിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി സൗജന്യ യാത്ര പരിമിതപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം എന്നാണ് സൂചന. കൂടുതൽ കാര്യങ്ങൾ ഹാൻസ് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ചേരുന്നു. ഹാൻസെ, ഗുഡ് മോർണിംഗ്. ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെ എല്ലാവരും നോക്കുന്ന ഒന്നാണ് KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. ജൂൺ 15 മുതൽ സൗജന്യ യാത്ര നടത്തുമെന്നറിയുന്നു. ഇതിനിപ്പം എത്ര ബസ്സുകളിൽ എങ്ങനെയൊക്കെയാണ് എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. പറഞ്ഞ പോലെ എല്ലാ ബസ്സുകളിലും ഒക്കെ ഈ സൗജന്യ യാത്ര നടത്തുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ 112 കോടി അടക്കം രൂപയുടെ അധികം നഷ്ടം സംസ്ഥാനത്തിനുണ്ടാകും. അപ്പം അതുകൊണ്ട് അത് ഓർഡിനറി ബസ്സിൽ മാത്രമാക്കി പരിമിതപ്പെടുത്താനാണ് നിലവിലെ നീക്കമെന്നറിയുന്നു. അപ്പം എന്താണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത് ഹാൻസ്? സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞതുപോലെ തന്നെയാണ് നിരവധി വിഷയങ്ങൾ ഇന്ന് മന്ത്രിസഭ യോഗത്തിൻ്റെ പരിഗണനയിലേക്ക് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും UDF ക്യാമ്പ് പ്രതീക്ഷയോടെ കാണുന്നതുമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഈ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. കാരണം UDF ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് തന്നെ പറഞ്ഞ 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ KSRTCകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അതിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ബസ്സിൽ നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുക മന്ത്രിസഭാ യോഗമായിരിക്കുമെന്നാണ് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞത്. കാരണം ഈ UDF സർക്കാർ അധികാരത്തിലേറ്റതിന് പിന്നാലെ ജൂൺ 15 മുതൽ ഈ പദ്ധതി നടപ്പിലാക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ജൂൺ 15 വരുന്ന തിങ്കളാഴ്ച ഈ പദ്ധതി സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കണം. പക്ഷേ ഏതൊക്കെ ബസ്സിൽ വേണമെന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം സ്വീകരിക്കേണ്ടത് മന്ത്രിസഭാ യോഗമാണ്. കാരണം ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രപ്പോസൽ ഗതാഗത വകുപ്പിലെ ഉദ്യോഗസ്ഥർ മന്ത്രി CP ജോണിന് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയോടക്കം ചർച്ച നടത്തിയതിനു ശേഷമാണ് ഓർഡിനറി ബസ്സുകളിൽ മാത്രം അത് നിജപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഗതാഗത വകുപ്പ് എത്തിയത്. ഇനിയിപ്പോൾ മറ്റ് ക്ലാസ്സുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ബസ്സുകളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കണോ, ഈ പദ്ധതി വ്യാപിപ്പിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ്. 100 ദിവസം ഓർഡിനറി ബസ്സുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ഗതാഗത വകുപ്പും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സാമ്പത്തിക ബാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ആ ദിവസങ്ങൾ വെട്ടിച്ചുരുക്കണമോ മറ്റ് ബസ്സുകളിലേക്ക് കൂടി ഈ പദ്ധതി വ്യാപിപ്പിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് മന്ത്രിസഭാ യോഗം ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കും. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും ഇന്നുണ്ട്. സേതു.